ഇന്നൊരു മൺഡേ ആണേ. വെക്കേഷൻ തുടങ്ങിയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറച്ച് വെക്കണം കേട്ടോ. ഇത് എന്നും കാലത്ത് നിറച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ അവർ വന്നും പോയും അതങ്ങ് കുടിച്ചോളൂ കേട്ടോ. അവരുടെ ഉള്ളിലേക്ക് ആവശ്യത്തിന് വെള്ളം ചെല്ലുകയും ചെയ്യും. വെള്ളം കുടിച്ചോ എന്നുള്ള ടെൻഷൻ നമുക്കും വേണ്ട. പിന്നെ നമ്മുടെ മെയിൻ ജോലി രാവിലെ തന്നെ ഡിഷ് വാഷർ എംപ്റ്റി ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. രാത്രി കഴുകാൻ വെച്ച പാത്രങ്ങൾ രാവിലെ ഉണങ്ങി കിട്ടും. അതങ്ങ് എടുത്ത് അതാത് പ്ലേസിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പകുതി പണി തീർന്നത് പോലെ എനിക്ക്. പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് അരിയും കഴുകി വെള്ളത്തിലിട്ടു. ഇല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് പട്ടിണിയാവില്ലേ. പിന്നെ എല്ലാ ദിവസത്തെയും പോലെ വീട് അടിക്കുക, വൃത്തിയാക്കുക. ആഹാ, എന്താണല്ലേ. ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ കുറച്ച് വൈകി പോയത് കൊണ്ട് തന്നെ റോയിച്ചിന് ചോറും കറിയും കൊണ്ടുപോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ പാക്ക് ചെയ്ത് കൊണ്ട് കൊടുക്കാമെന്ന്. അങ്ങനെ വണ്ടി നേരെ വിട്ടത് റോയിച്ചിന്റെ ജോലി സ്ഥലത്താണ് കേട്ടോ പോയി നിന്നത്. റോയിച്ചിന് ലഞ്ച് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് നേരെ പോകുന്നത് കുട്ടികളുടെ മുടി വെട്ടിക്കാനാണ് കേട്ടോ. ഇന്ന് മുടി വെട്ടിക്കേണ്ട ദിവസമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പൊതുവെ പിള്ളേർക്ക് ബിയണേഴ്സിലാണ് കേട്ടോ നമ്മൾ ഹെയർ കട്ടിങ് കൊടുക്കാറ്. കാരണം അവർക്ക് അതാണ് ഇഷ്ടം. അവിടെ ആകുമ്പോൾ അവരുടെ ചോയ്സിനുള്ള കാറും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഓരോന്നും ചൂസ് ചെയ്തിട്ട് കയറിയിരിക്കാമല്ലോ. അപ്പോൾ റോണുവിൻ്റെയും ഐറുവിൻ്റെയും ഹെയറൊക്കെ കട്ട് ചെയ്യുകയാണ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. ഐറുവിൻ്റെ ഹെയർ സ്റ്റൈല് അവർ ചെയ്തതാണ് കേട്ടോ. നന്നായിട്ട് എനിക്ക് തോന്നി. പക്ഷേ വീട്ടിൽ വന്ന് ഒരു കുളിയൊക്കെ പാസ്സാക്കിയപ്പോഴത്തേക്കും അവർ ചെയ്ത സ്റ്റൈലൊക്കെ പോയി ഞങ്ങളുടെ നോർമൽ സ്റ്റൈലിലേക്ക് വന്നു. റോങ്കുട്ടിനാണ് കേട്ടോ ഐറൂട്ടിയോട് പറയുന്നത് അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും മുടി കാണിച്ച് കൊടുക്കുന്നതൊക്കെ. ഇനി റോണുവിൻ്റെ വക പ്രഹസനമാണ് കേട്ടോ അടുത്തത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. പിള്ളേർക്കും അത് കാണുമ്പോൾ നല്ല ഇഷ്ടമാവുമല്ലോ. അപ്പോൾ ഈ ഒരു ഷോർട്ട് വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കണേ. അപ്പം ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.